ഈ മലയിലിൽ ശ്രീധരൻ നായർ എന്ന് പറയുന്നയാളുടെ പരാതിയാണ് ഇതിൽ ഏറ്റവും ക്രെഡിബിൾ ആയിട്ട് ആദ്യം തോന്നിയത്. കാര്യം അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ, ഞാനന്ന് മറ്റൊരു ചാനലിലാണ്, ടൈംസ് നൗവിലാണ്, മുന്നിൽ വ്യക്തമായി പറയുന്നു ഇന്ന ആൾ വിളിച്ചിരുന്നു, ഇവിടെ നിന്ന് വിളിച്ചിരുന്നു, ഈ പരാതി കൃത്യം പരാതിയാണ്. പക്ഷെ മലയിലിൽ ശ്രീധരൻ നായരെ കളത്തിലിറക്കിയത് കോൺഗ്രസിലെ തന്നെ ചിലരാണ്. ഇപ്പൊ പ്രതിപക്ഷത്തിനൊരു ആക്ഷേപം, ഒരു ആരോപണം കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റെടുത്തില്ലെങ്കിലല്ലേ വാർത്തയാവുന്നുള്ളൂ. അപ്പം കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് ചെറുതല്ലാത്ത സഹായം, അതല്ലെങ്കിൽ ചെറുതല്ലാത്ത ഇനിഷ്യേറ്റീവ് ഉണ്ടാകുന്നു. അതാണല്ലോ ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേകത. അത് CPM പോലെ ഒരു കേഡർ പാർട്ടിയല്ല, അങ്ങനെ ഒരു ഏക വ്യക്തി നിയന്ത്രിതമായ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺട്രോളുള്ള ഒരു അയൺ കർട്ടനുള്ള ഒരു പാർട്ടി അല്ലാത്തതുകൊണ്ട്, ജനാധിപത്യം ഏറ്റവും കൂടുതലുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ അതിനകത്ത് നടന്നിട്ടുണ്ടാവാം. അതിനെ സംബന്ധിച്ച് എനിക്ക് തെളിവുകളില്ലാത്തതുകൊണ്ട് ഞാനതേക്കുറിച്ച് പറയുന്നില്ല. ആരോപണങ്ങളായിട്ട് ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, മല്ലേലി ശ്രീധരൻ നായരുടെ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് ഹൈക്കോടതിയുടെ വിധിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മല്ലേലി ശ്രീധരൻ നായരുടെ ആരോപണത്തിൽ പ്രധാനമായിട്ടുള്ളത് ഈ ആരോപണ വിധേയയായ സ്ത്രീയുടെ ശുപാർശയിൽ, സ്ത്രീ കൂട്ടിക്കൊണ്ടുപോയി ഉമ്മൻചാണ്ടിയെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിക്ഷേപം നടത്തിയതെന്ന്. അതല്ല എന്ന് കോടതി വിധിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കോടതി ഒരു കാര്യം കൂടെ അതിനകത്ത് കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. ഇനി അഥവാ മല്ലേലി ശ്രീധരൻ നായർ ഈ സരിത എസ് നായരും കൂടെ പോയി മുഖ്യമന്ത്രിയെ കണ്ടു, അവിടെ വെച്ച് മുഖ്യമന്ത്രി ഈ പ്രോജക്റ്റ് നല്ലതാണ് എന്ന് പറഞ്ഞാൽ പോലും അതെങ്ങനെയാണ് ഈ നിക്ഷേപത്തിൽ മുഖ്യമന്ത്രിക്ക് പങ്കാളിത്തം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതിനകത്ത് കച്ചവടം നടത്തി എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്ന് ഈ വിധി വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ആ വിധിയുടെ വിശദാംശങ്ങളൊക്കെ ഒന്നുകിൽ എല്ലായിടത്തും വന്നിട്ടില്ല, അല്ലെങ്കിൽ എല്ലാവരും മറന്നുപോയി. അങ്ങനെ ഒന്നൊന്നായിട്ട് ഈ കമ്മീഷൻ റിപ്പോർട്ടിനെയും ഇത് സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം പിച്ചി ചീന്തി ചവറ്റുകൊട്ടയിലിടുന്ന വിധികളാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ വിധികളെല്ലാം കാര്യമായി പഠിച്ചുകൊണ്ട് എഴുതിയ ഒരു കാര്യമാണ് ഈ കേസിൽ തന്നെ. ഈ ഒരുപക്ഷെ ഇത് സോളാർ വിശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ വിശേഷത്തിൽ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് സോളാറുമായി ബന്ധപ്പെട്ട സോളാർ കേസ്, യഥാർത്ഥ സോളാർ കേസ്, അതിൽ പ്രതിയുണ്ട്, വാദിയുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന ചില പീഡന കഥകൾ, അങ്ങനെ പറയുന്ന ചില മറ്റൊരു വശം കൂടിയുണ്ട്. അതിൽ നമുക്ക് ഒരുപക്ഷെ ഈ അവിടെ അതിജീവിത എന്നാണ് നമ്മൾ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ആ ഇര എന്ന വാക്കുകൾ ഒക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ പേര് പറയാൻ കൂടി ഒരുപക്ഷെ നമുക്ക് സാധിക്കില്ല. ഇനി രാഷ്ട്രീയത്തിൻ്റെ കാര്യം ഇപ്പോൾ കാശിനാഥൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇത് രാഷ്ട്രീയ കേരളം ഏറ്റെടുക്കട്ടെ എന്നുള്ളത്. ശരിയാണ്, ഇത് രാഷ്ട്രീയമാണ് ഇതിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പറഞ്ഞുകൊണ്ട് ഇതിലൂടെ പറഞ്ഞേക്കാം, ധാരാളം പ്രേക്ഷകർ ഒരു കാര്യം, ഈ മറ്റൊരു ടെലിവിഷൻ ചാനലിനെ പോലെയല്ല, വളരെ സജീവമായ ഒരു പ്രേക്ഷക കൂട്ടായ്മയുണ്ട്. ഇനി ചാനലിനെതിരെ ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രതിരോധിക്കുന്നത് ഇവരാണ്. എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ വരുന്നതിന് മുമ്പ് അവരിവിടെ ഉണ്ടാവും, വരുന്നവർക്കൊക്കെ നമസ്തേ പറഞ്ഞുകൊണ്ട് അങ്ങനെ ധാരാളം പേര് ശ്രീ ജോൺ മുണ്ടക്കയത്തിന് നമസ്തേ പറയുന്നുണ്ട്, അങ്ങേക്ക് കമന്റുകൾ വരുന്നുണ്ട്, കുടുംബം ഒപ്പമുണ്ടല്ലോ, ആശംസ പറയുന്നുണ്ട്, കുടുംബം ഒപ്പമുണ്ടല്ലോ, ധൈര്യമായി എഴുതണമെന്ന് അജിത് ഭാസ്കറിന്റെ കമന്റ് ഉണ്ടായിരുന്നു, അതുപോലെ നന്ദനാളുടെ കമന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ധാരാളം പ്രേക്ഷകർ ആശംസ നേരുന്നു. അപ്പൊ അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാനിത് ചോദിക്കുന്നത്. ഒന്ന് അത്തരം തുറന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആ പേര് പോലും ചിലയിടങ്ങളിൽ പറയണം, ചിലയിടങ്ങളിൽ പറയാൻ കഴിയില്ല. സോളാർ വിവാദത്തിൽ അത് പറയണം, സോളാർ കേസിൽ അത് പറയണം. പക്ഷെ മറ്റൊരു ഭാഗത്തെ വിവാദം വരുമ്പോൾ ആ പേര് നമുക്ക് പറയാൻ കഴിയുകയില്ല. ഇങ്ങനെയുള്ളൊരു വലിയ പ്രശ്നം ഈ ബുക്ക് എഴുതുമ്പോൾ, ഇതൊരു രചന എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ നേരിടുന്ന ചില പ്രതിസന്ധികൾ കൂടി ഉണ്ടാവും ഇത്തരം കാര്യങ്ങൾ എഴുതുമ്പോൾ. അപ്പം ഈ രാഷ്ട്രീയം ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ആളുകൾ തന്നെ, ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത്. അപ്പോൾ എങ്ങനെ അത് പ്ലേസ് ചെയ്ത് ഒരു ബുക്കിൻ്റെ രൂപത്തിലേക്ക് അത് കൊണ്ടുവന്നു? അതിന് പ്രധാന കാരണം ഇതിനകത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ CBIയുടെ റിപ്പോർട്ടാണ്. CBIയുടെ റിപ്പോർട്ട് ബാക്കി നേരത്തെ പോലീസ് നടത്തിയ അന്വേഷണത്തിലൊക്കെ ഇതിനകത്ത് തെളിവില്ല, ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവില്ല, ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ തെളിവില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കേസെടുക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് പോയെങ്കിൽ CBI അതിനകത്ത് ഒരു പടിയും കൂടെ കടന്നിട്ട് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം വ്യാജനിർമ്മിതമാണ് എന്ന് പറയുക മാത്രമല്ല ചെയ്തത്. ഇന്ന് വരെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത വിധം ഈ സോളാർ കേസിലെ CBI പറഞ്ഞു ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ഈ വ്യാജനിർമ്മിതമായ ആരോപണങ്ങളുടെ പിന്നിൽ ചിലർ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, ഇതിൻ്റെ ചില പേരുകൾ അതിനകത്ത് പരാമർശിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ഈ പരാമർശങ്ങൾ വന്നതുകൊണ്ട് ഇതെഴുതാൻ വേണ്ടിയുള്ള ഒരു ധൈര്യമാണ്, ഈ പുസ്തകം എഴുതാൻ വേണ്ടി. കാരണം CBIയുടെ റിപ്പോർട്ട് CBI കൊടുത്തു എന്ന് മാത്രമല്ല, ആ റിപ്പോർട്ട് അപ്പാടെ കോടതി അംഗീകരിച്ചു.
അപ്പോൾ കോടതി അംഗീകരിച്ച ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് ഒരു അപ്പീൽ പോലും പോയിട്ടില്ല സർക്കാർ ഇതുവരെ. അപ്പോൾ തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്കുള്ള ഒന്നുമില്ല ഇതിനകത്ത്. CBI അതിനകത്ത് എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയം എന്ന് പറയുന്നത് CBI റിപ്പോർട്ട് ഇപ്പോൾ എല്ലാവരും വന്നതാണ്, നമ്മൾ മിക്ക മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതാണ്, മിക്ക അഭിഭാഷകരും അതേക്കുറിച്ച് പഠിച്ചതാണ്, അതെല്ലാം പൊതുജനങ്ങൾക്ക് മുന്നിലുണ്ട്, പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അതല്ലാതെ താങ്കളുടേതായ ചില കണ്ടെത്തലുകൾ, ചില ബോംബുകൾ ഈ പുസ്തകത്തിലുണ്ടോ? എൻ്റെ കണ്ടെത്തലുകൾ എന്ന് പറയുന്നത് വളരെ അധികമൊന്നുമില്ല. പ്രധാനമായിട്ടും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിയെ കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായിട്ട് അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് വന്ന ഈ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് 72-ാം വയസ്സിൽ അദ്ദേഹത്തിനെതിരായിട്ട് വന്ന ഈ ലൈംഗിക ആരോപണം, അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല അദ്ദേഹത്തെ അറിയുന്നതുകൊണ്ട്. പക്ഷേ നമുക്കറിയാമല്ലോ, ഒരു ആരോപണം വരുന്നു, അന്വേഷണം വരുന്നു, ആ ഘട്ടത്തിലൊന്നും നമുക്കതിനെക്കുറിച്ച് നമ്മുടെ കയ്യിൽ തെളിവുകളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ ഒരു ബോധ്യമാണ് എനിക്ക് പസ്തലി പുസ്തകം എഴുതാനുള്ള ഒരു പ്രേരണയായത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വിവാദമുണ്ടാക്കിയ ഒരു സംഗതി, ആ സമരം നടന്ന കാലത്ത് ശ്രീ ജോൺ ബ്രിട്ടാസ് എന്നെ വിളിച്ച സമരം തീർക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ സംസാരിച്ച വിവരങ്ങളെല്ലാം ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹം അത് പൂർണ്ണമായിട്ട് നിഷേധിച്ചു. ഞാൻ അതിനുശേഷം ഈ പുസ്തകത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അദ്ദേഹം ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ ഒരു ഘടകകക്ഷി നേതാവിന്, അതായത് ഇതിനകത്ത് ഉൾപ്പെട്ട ഒരാൾ, ഞാൻ പേര് പറയുന്നില്ല, പിന്നീടത് വ്യക്തമാവും, ആ വ്യക്തിയോട് ഞാൻ വിളിച്ച് ഈ കാര്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇതിനകത്തൊരു, ഞാൻ ഈ വിളിച്ച് സംസാരിച്ച ഒരാളായതുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ശ്രീ ജോൺ ബ്രിട്ടാസ് എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു, ഒരു കോമൺ ഫ്രണ്ട് വിളിച്ചിട്ട്, ആ സുഹൃത്ത് എന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ല ജോൺ ഇങ്ങനൊരു പുസ്തകം എഴുതുന്നു കേട്ടു സോളാറിനെ കുറിച്ച്, അതിനകത്ത് ബ്രിട്ടാസ് ജോണിനെ ഫോണിൽ വിളിച്ച കാര്യം എഴുതുന്നുണ്ടെന്നറിഞ്ഞു, അത് എഴുതാതിരുന്നാൽ നന്നായിരുന്നു എന്ന് ബ്രിട്ടാസ് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനകത്തെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. കാരണം ആ സമരം എങ്ങനെ തീർന്നു, സമരത്തെക്കുറിച്ച് പറയുമ്പോൾ സമരം എങ്ങനെ തീർന്നു എന്ന് പറയണ്ടേ. അപ്പോൾ ഞാനെങ്ങനെ അത് എഴുതാതിരിക്കുന്നത്, എനിക്ക് അതുകൊണ്ട് അത് എഴുതാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അതിനകത്തൊരു ചെറിയ പരാമർശനം മാത്രമേ ഉള്ളൂ, വർഷം 10-11 കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അതൊരു വലിയ വാർത്തയൊന്നും ആവില്ല എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ശരിയെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രിട്ടാസ് ഒരു കാര്യം എന്നോട് പറഞ്ഞു, ഇത് എഴുതിയാൽ ബ്രിട്ടാസ് നിഷേധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ഇഷ്ടം, നിഷേധിച്ചേട്ടെന്ന് പറഞ്ഞു. ഇത് ഒരു പുതിയ വെളിപ്പെടുത്തലാണെന്ന് പറയും.